കാലമതിൻ്റെ അന്ത്യത്തിലും ലോകമതിൻ്റെ വിനാശത്തിലും പാഞ്ഞെടുക്കുന്ന യുഗസായാഹ്നത്തിൽ രക്ഷകന്റെ കൃപകളെ വാഴ്ത്തുവാൻ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ പ്രഘോഷിപ്പാൻ സ്വർഗം അനുഗ്രഹീതമായ നല്ലൊരു തരുണം കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. ചാരത്തും ദൂരത്തുമായി ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങളുടെ ക്രൈസ്തവ വന്ദനങ്ങളെ അറിയിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവഭൃത്യന്മാർ, വിശിഷ്യ എന്നെ ഈ കൺവെൻഷനിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ദേവനേശൻ അവർകൾ, ഈ കൂടിവരവിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ യേശുദാസ് അവർകൾ, ഗിദയോൻ മിഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ മനിയൻ അവർകൾ, ഈ ദൈവസഭയുടെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ റൂഫസ് അവർകൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർ, ആദരണീയ ആരാധന ലീഡ് ചെയ്യുന്ന ആദരണീയ ദൈവഭൃത്യന്മാർ, ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഹോസ്പിറ്റൽ MD അജയ് കുമാർ അവർകൾ തുടങ്ങി എല്ലാവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. വെളിപ്പാട് പുസ്തകം തിരുവെഴുത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും മനോഹരവുമായിരിക്കുന്ന പുസ്തകമാണ്. ക്രൈസ്തവ പീഡയുടെ കാലത്ത് എഴുതപ്പെട്ട ഈ പുസ്തകത്തോളം കാലങ്ങളെ വിവേചിക്കുവാൻ കഴിയുന്ന പ്രവചനാത്മാവിനെ ലോക ചരിത്രത്തിൽ മറ്റൊരു പുസ്തകത്തിനും കാണുവാൻ കഴിയുകയില്ല. ഏതാണ്ട് AD 80-90 കാലഘട്ടത്തിലാണ് വെളിപ്പാട് പുസ്തകം വിരചിക്കപ്പെടുന്നത്. റോമാ സാമ്രാജ്യമെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൊമേഷ്യൻ കൈസറാണ്. ഡൊമേഷ്യൻ കൈസറിൻ്റെ ജയകരമായ ഭരണകാലത്ത് തനിക്ക് താനൊരു ദൈവമാണെന്ന് തോന്നുകയുണ്ടായി. അങ്ങനെ ഡൊമേഷ്യൻ പറഞ്ഞു, റോമാ സാമ്രാജ്യത്തിലുള്ളവരെല്ലാവരും തന്നെ ആരാധിക്കണമെന്നും തന്നെ ഒരു ദൈവമായി കരുതി പോകണമെന്നും. എന്നാൽ ഡൊമീഷ്യൻ എന്ന മനുഷ്യനെ ഒരാൾ ദൈവമായി ആരാധിക്കുവാൻ അക്കാലത്തിലെ ക്രൈസ്തവർക്കോ യഹൂദർക്കോ സാധ്യമായിരുന്നില്ല. ആകയാൽ കടുത്ത യഹൂദ വിരോധിയും ക്രൈസ്തവ വിരോധിയുമായിരുന്ന ഡൊമേഷ്യൻ ക്രൈസ്തവ നേതാക്കന്മാരെ ഓരോരുത്തരായി കൊന്നൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ കൊന്നൊടുക്കുന്ന വേളകളിൽ യോഹന്നാൻ എന്ന യേശു കർത്താവിനെ നേരിട്ട് കണ്ടറിഞ്ഞ അപ്പോസ്തലന്മാരെ ഒരുവനായിരുന്ന യോഹന്നാനെയും താൻ പിടിച്ചു. യോഹന്നാനെയും താൻ പിടിച്ചതിന് ശേഷമായി തിളച്ച എണ്ണയിൽ മുക്കി തന്നെ കൊല്ലുവാൻ പരിശ്രമിച്ചിട്ടും തന്നെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ അക്കാലത്തെ ഒരു പ്രവാസ തടവറ ദ്വീപായിരുന്ന ഈജിയൻ കടലിടുക്കിൻ്റെ ഉള്ളതായിരുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. തുടർമാനമായ വോൾക്കാനോകൾ, അഗ്നിപർവ്വത സ്ഫോടനം നടന്നിരുന്നതായ ഒരു ചെറു ദ്വീപായിരുന്നു ഈ പത്മോസ് എന്ന ദ്വീപ്. അങ്ങനെ തുടർമാനമായ അഗ്നിപർവ്വത സ്ഫോടന സാധ്യത ഉള്ളതുകൊണ്ട് ആ സ്ഥലത്ത് ആരും പോയി താമസിക്കുകയില്ലായിരുന്നു. ഏറ്റവും കിരാതമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളായിരുന്നു അവിടെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ആൻഡമാൻസ് ദ്വീപുകളെ നാടുകടത്താനും ജയിലറയുമായി ഉപയോഗിച്ചതുപോലെ ഈജിയൻ കടലിടുക്കിൻ്റെ കനിഗർഭങ്ങൾ നിറഞ്ഞതായിരുന്ന ഈ പത്മോസ് ദ്വീപിനെ അപ്രകാരം റോമാ ഗവൺമെൻറ് മാറ്റിയിരുന്നു. ഈജിയൻ കടലിടുക്കിലുള്ള പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ഒരുത്തൻ പിന്നീട് പുറം ലോകം കാണുക അസാധ്യമായിരുന്നു. അവിടെയുള്ള ഖനിഗർഭങ്ങളിൽ തൊഴിലെടുക്കുക, രാത്രിയിൽ അവിടെയുള്ള ഏതെങ്കിലും ഗുഹകളിൽ കയറി രാപാർക്കുക, അതായിരുന്നു ആ മനുഷ്യർക്ക് അവിടെ ഉണ്ടായിരുന്ന ഏക അവസ്ഥ എന്നുള്ളത്. അവിടെ ചത്തൊടുങ്ങുന്ന മനുഷ്യരെ മറവ് ചെയ്യുവാൻ പോലും പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്ത് സാധ്യമായിരുന്നില്ല. എന്നാൽ ഈ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ശവങ്ങളെ കുത്തിപ്പറിക്കുവാൻ തക്കവണ്ണം ശവം തീനി കഴുകന്മാർ പത്മോസിൻ്റെ ഉയരങ്ങളിൽ ഇങ്ങനെ വ്രാഗി പറക്കുക പതിവായിരുന്നു. ഓരോ മനുഷ്യനും മരണത്തോട് മല്ലടിക്കുമ്പോൾ
തൻ്റെ ഭക്ഷണമെന്ന് കരുതി റാഗിപ്പറക്കുന്ന കഴുകൻ്റെ ചിറകൊച്ചകൾക്ക് കീഴെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവും സംബന്ധിച്ച് യോഹന്നാൻ എന്ന വന്ധ്യവയോധികൻ പത്മോസിൻ്റെ ദ്വീപിലായിരിക്കുകയാണ്. തൻ്റെ നന്നേ ചെറുപ്പത്തിൽ യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ വെച്ച് ഏറ്റവും കുഞ്ഞായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. പുരുഷായുസ് മുഴുവനും അധ്വാനിച്ച് വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ പിടിച്ച നാളിൽ താൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കാണപ്പെടുകയാണ്. താൻ അവസാനിച്ചുവെന്ന് റോമാ ഗവൺമെൻറ് കരുതുന്ന ഇടത്ത് ദൈവം യോഹന്നാൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ അവസാനം കാണാനാണ് ഡൊമീഷ്യൻ നിന്നെ ഇവിടേക്ക് അയച്ചത്. എന്നാൽ ഞാൻ നിന്റെ അവസാനം അവനെ കാണിക്കത്തില്ല, പകരം ലോകത്തിൻ്റെ അവസാനം ഞാൻ നിന്നെ കാണിക്കാം. ഡൊമീഷ്യൻ പറഞ്ഞു, ക്രൈസ്തവതയെ മുടിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അവിടേക്ക് പറഞ്ഞയക്കുകയാണെന്ന്. എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള വെളിപ്പാട് അവിടെ ഇരുന്ന് യോഹന്നാൻ പ്രാപിച്ചു. മരിക്കുവാൻ തക്കവണ്ണം മരണവിധിയിൽ ഉൾപ്പെടുത്തിയാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തിയത്. പക്ഷേ അവിടെ താൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ താൻ അഭിമുഖമായി കാണുകയുണ്ടായി. തൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കുവാനാണ് യോഹന്നാനെ ഡൊമീഷ്യൻ പത്മോസിലേക്ക് നാടുകടത്തിയത്. പക്ഷേ അവിടെ നിന്ന് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടിൻ്റെ അടുത്ത തലത്തിലേക്ക് താൻ പ്രവേശിക്കുവാൻ തുടങ്ങി. ഉലകം നീ ഇനി കാണുകയില്ലെന്ന് പറഞ്ഞാണ് ഏറ്റവും അക്കാലത്തെ ഏറ്റവും ഭയങ്കര പട്ടണമായിരുന്ന റോമാ പട്ടണം നീ ഇനി കാണുകയില്ല. നിന്റെ യെരൂശലേമിൻ്റെ ദൈവാലയം, നിന്റെ പിതാക്കന്മാരുടെ പട്ടണം നീ ഇനി കാണുകയില്ലെന്ന് പറഞ്ഞ് യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തി. എന്നാൽ അവിടെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ലോകം കാണത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യർക്കപ്പുറം ഞാൻ നിന്നെ വരുവാനുള്ള ലോകവും സ്വർഗവും കാണിക്കാമെന്ന് പറഞ്ഞ് യോഹന്നാനെ നിത്യതയുടെ വിഹായസിലേക്ക് ദൈവം കൊണ്ടുപോയി. അങ്ങനെ ദൈവപ്രത്യക്ഷത തനിക്കുണ്ടാകുന്നത് ഒരു കർത്തൃദിവസത്തിലാണ്. ജീവിതത്തിൻ്റെ കഷ്ടാരിഷ്ടതകളുടെ നടുവിലും ആത്മനാഥനെ ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ എന്ന അപ്പോസ്തലൻ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായി. താൻ കാഹളത്തിനൊത്ത ഒരു മഹാനാദം കേട്ടു. ഏഷ്യ മൈനറിലെ 7 സഭകൾ, എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയതര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക തുടങ്ങിയ 7 സഭകൾക്കുള്ളതായ ദൈവത്തിൻ്റെ ആലോചനകളെ അറിയിക്കണമെന്ന് യോഹന്നാൻ ഒരു അരുളപ്പാടുണ്ടായി. ആമേൻ. എഴുതുവാനുള്ള തുകലുകളോ എഴുതുവാനുള്ള എഴുത്തുകോലുകളോ അതിനേറ്റ മഷിയോ ഒന്നുമില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടന്ന മനുഷ്യൻ്റെ അടുക്കൽ ദൈവം പറയുകയാണ്, ലോകത്തിൻ്റെ വിധിക്കപ്പുറം ഞാൻ നിന്നെ കൊണ്ട് ചിലത് എഴുതിക്കാൻ പോവുകയാകുന്നുവെന്ന്. ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് താൻ ദൂതെഴുതി. തുയതര സഭയുടെ അടുക്കൽ ദൂതെഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ അടുക്കൽ ഞാൻ വായിച്ച വേദഭാഗം ദൈവം പറഞ്ഞത്. കർത്താവ് തന്നോട് പറയുകയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല എന്നാണ് പറയുന്നത്. തുയതര എന്ന പട്ടണത്തെ നാം പഠിക്കുമ്പോൾ ഈ ബൈബിളിലെ 7 സഭകളുടെ രേഖ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പെർഗമോസിനും സർദീസിനും മധ്യേ കിടക്കുന്ന ഒരു നീണ്ട താഴ്വാരത്തിലെ പട്ടണമായിരുന്നു തുയതര എന്ന് പറയുന്ന പട്ടണം. തുയതര എന്ന് പറയുന്ന പട്ടണം വ്യാപാരികൾ ഉള്ള പട്ടണമായിരുന്നെങ്കിലും അവിടുത്തെ വ്യാപാരം അത്ര സമ്പന്നമായ വ്യാപാരമായിരുന്നില്ല. മാത്രമല്ല അവിടെ സമ്പന്നന്മാർ വന്ന് പാർക്കുവാനും താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം ശത്രു രാജ്യങ്ങൾക്ക് വന്ന് ആക്രമിക്കുവാൻ ഏറ്റവും എളുപ്പമായിരുന്നത് കൊണ്ട്, അതൊരു സുരക്ഷിത പട്ടണമല്ലാതിരുന്നത് കൊണ്ട് ധനാഢ്യന്മാർ അവിടെ താമസിച്ചിരുന്നില്ല. ആ പട്ടണത്തിൻ്റെ പ്രധാന വ്യവസായം എന്തെന്നാൽ വസ്ത്രങ്ങൾക്ക് ചായം ചേർക്കുക എന്നുള്ളതായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ യാത്രയിൽ താൻ ഗ്രീക്ക് പട്ടണമായ ഫിലിപ്പിയയിൽ പോയി ശുശ്രൂഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഗ്രീക്ക് പട്ടണമായ ഫിലിപ്പിയയിൽ താൻ കടന്നു ചെല്ലുമ്പോൾ ശബത്ത് നാളിൽ താൻ ഏതെങ്കിലും ഒരു പള്ളി കാണുമെന്ന് പറഞ്ഞ് താൻ അവിടേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പള്ളി കാണാതെ താൻ പുഴവക്കത്ത് കടന്നു വന്ന് അവിടെ ഇരുന്നതായ സ്ത്രീകളുടെ അടുക്കൽ സംസാരിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ
എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ലുദിയ എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീയുടെ ബിസിനസ് രക്താംബരം വിൽക്കുകയായിരുന്നു, അതായത് തുണിയിൽ ചായം കലർത്തി വിൽക്കുകയായിരുന്നു. അവളെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, രക്താംബരം വിൽക്കുന്നവളും തുയധര പട്ടണക്കാരിയുമായി ഇരിക്കുന്ന ലുദിയ എന്നവൾ ഇത് കേട്ടുകൊണ്ടിരുന്നുവെന്ന്. ഇതാണ് തുയധര പട്ടണത്തിൻ്റെ പശ്ചാത്തലം. ഈ തുയധര പട്ടണത്തിലേക്ക് വരുമ്പോൾ, ആ തുയധര പട്ടണത്തിന് ദൂത് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ആ തുയധര പട്ടണത്തിൽ ഒരു സ്ത്രീയുണ്ട്, അവൾ പ്രവാചകി എന്ന് തന്നെത്താൻ അഭിമതിക്കുന്നവളാണ്. അവൾ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അവൾ ചെയ്യുന്ന പ്രധാനമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിഗ്രഹാർപ്പിതം തിന്നുവാൻ മനുഷ്യരെ ധൈര്യപ്പെടുത്തുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം എന്തെന്ന് പറഞ്ഞാൽ, തുയധര പട്ടണത്തിലെ ബിസിനസ്സുകാർ കൂടി ഇടയ്ക്കിടയ്ക്ക് സദ്യ നടത്തുമായിരുന്നു, അന്നദാനം നടത്തുമായിരുന്നു. അപ്പോൾ തുയധര പട്ടണത്തിലെ എല്ലാവരും ആ സദ്യയിൽ വിരുന്നിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ആ വിരുന്ന് നടത്തുന്നതിന് മുന്നമേ ആ തുയധര പട്ടണത്തിലുള്ളതായ ഒരു അന്യാരാധനയുടെ മുമ്പിൽ ഇത് അർപ്പിച്ചതിന് ശേഷം ഇതൊരു നേർച്ചയായിട്ടായിരുന്നു അവിടെ ഇത് വിളമ്പിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെയുള്ള ക്രൈസ്തവരുടെ അടുക്കൽ ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച അഭിഷക്തന്മാർ പറഞ്ഞു, നിങ്ങളത് ഭക്ഷിക്കരുതെന്ന്. എന്നാൽ ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു സഭാമൂപ്പൻ്റെ ഭാര്യയായിരിക്കുന്ന ഇവൾ പറഞ്ഞു, ഇല്ല, അത് കുഴപ്പമില്ല, അത് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അവരെ ഇത് ഭക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, അക്കാലഘട്ടങ്ങളിൽ ഉള്ളതായ ഒരു ദുർവ്യാഖ്യാന ചിന്താഗതി ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്യുന്ന പാപമൊന്നും എന്താകത്തില്ല, അത് ആത്മാവിനെയോ മനസ്സിനെയോ ബാധിക്കുകയില്ലെന്ന്. ആകയാൽ അവൾ പറഞ്ഞു, ശരീരം കൊണ്ട് പാപം ചെയ്യുന്നത് തെറ്റല്ല, അത് ദൈവം മനുഷ്യനിൽ ഇട്ടിരിക്കുന്ന വികാരമാണ്. വികാരങ്ങൾ സംതൃപ്തി അടയട്ടെ, ആത്മാവ് വിശുദ്ധമായി ചിന്തിക്കട്ടെ. 2, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് തുയധരയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി, ഒരു പഠിപ്പിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ, പാപമറിയാത്തവൻ എങ്ങനെ വിശുദ്ധമായി ജീവിക്കാൻ കഴിയും? നമ്മുടെ നാട്ടിലൊക്കെ പറയും, മദ്യപിക്കാത്തവൻ എങ്ങനെ, മദ്യം രുചിച്ചു നോക്കാത്തവന് എങ്ങനെ മദ്യത്തെ വെറുക്കുവാൻ കഴിയോ? ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പാസ്റ്ററെ, നിങ്ങൾ ഒരിക്കലും മദ്യം കുടിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മദ്യപിക്കാത്തത്. ഒന്ന് കുടിച്ചു നോക്കിയിട്ട് പിന്നെ അത് കുടിക്കാതിരിക്കാൻ കഴിയുമോ? ഇതായിരുന്നു തുയധര പട്ടണത്തിലെ ഉപദേശം. അതുകൊണ്ട് ഈ ഇസബേൽ എന്ന് പറയുന്ന വിളിക്കപ്പെടുന്ന സ്ത്രീ പറഞ്ഞിരുന്നു, ഏത് മനുഷ്യനും പാപം ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം, എന്നിട്ട് ആ പാപത്തെ ജയിക്കണം, അതാണ് വിശുദ്ധ ജീവിതമെന്ന്. ഇങ്ങനെ ദുർവ്യാഖ്യാന പരമ്പരകളുമായി അവൾ സഭയെ തെറ്റിക്കുമ്പോൾ അവിടെ ദൈവം പറയുകയാണ് യോഹന്നാന്റെ അടുക്കൽ, ആ ഇസബേൽ എന്ന സ്ത്രീക്ക് ഞാൻ മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, എന്നാൽ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല എന്ന് പറയുകയാണ്. ഇവിടെ 2 കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മാനസാന്തരപ്പെടുവാനുള്ള സമയവും മാനസാന്തരപ്പെടുവാനുള്ള മനസ്സും. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ ഒരു സമയം കിട്ടണം. ആ സമയം ദൈവമാണ് കൊടുക്കുന്നത്. എന്നാൽ ഒരു മാനസാന്തരപ്പെടുവാനുള്ള മനസ്സുണ്ടാകണം, അതവന് സ്വമേധയാ ഉണ്ടാകണം. വിശുദ്ധ തിരുവെഴുത്തിലെ അല്ലെങ്കിൽ ദൈവീക വിഷയങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, മാനസാന്തരം 3 വിധത്തിലുണ്ട്. ഒന്ന്, ഒരു പാപി മാനസാന്തരപ്പെടണം. ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ഒരിക്കലും വിശുദ്ധി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, പാപത്തിൻ്റെ അഴുക്കുചാലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടണം. എന്നാൽ 2, ഈ മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമായിരിക്കുന്ന സഭയ്ക്ക് എന്തുണ്ടായിരിക്കണമെന്നറിയാമോ? ഈ സഭയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായിരിക്കണം. മാനസാന്തരം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല, മാനസാന്തരം ജീവിതത്തിൻ്റെ ഒരു ചര്യയായിരിക്കണം. ഇതൊരു വൺ ടൈം ഇൻസിഡൻ്റ് അല്ല, ഇതൊരു ലൈഫ് സ്റ്റൈലായിരിക്കണം. ജീവിതത്തിൻ്റെ മാനസാന്തര മരണം വരെയും നമുക്ക് എന്തുണ്ടായിരിക്കണമെന്നറിയാമോ? മാനസാന്തരം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും നമ്മളിൽ മാനസാന്തരം ഉണ്ടായിരിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ആരംഭത്തിൽ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത് എഫെസോസിലുള്ള സഭയോടാണ്. 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ സ്മുർണയുടെ അടുക്കലും ഫിലദൽഫിയയുടെ അടുക്കലുമല്ലാത്ത 5 സഭകളുടെ അടുക്കലും മാറി മാറി പറയുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെടുക. സ്മുർണയുടെ അടുക്കലും ഫിലദൽഫിയയുടെ അടുക്കലും പറയുന്നില്ല മാനസാന്തരപ്പെടുവാൻ. ബാക്കി എല്ലാ സഭ
സഭകളുടെ അടുക്കലും പറയുകയാണ് മാനസാന്തരപ്പെടുവാൻ. ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ തുയതര സഭയുടെ അടുക്കൽ മാനസാന്തരപ്പെടാൻ പറയുന്നില്ല, തുയതര സഭയിലെ ഒരു വ്യക്തിയുടെ അടുക്കലാണ് മാനസാന്തരപ്പെടുവാൻ പറയുന്നത്. ഞാൻ അതിലേക്ക് സാവകാശം വരാം. അപ്പോൾ എഫെസോസിലെ സഭയുടെ അടുക്കൽ പറയുകയാണ്, നീ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഓർക്കണം, എവിടെ നിന്നെങ്കിലും നിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് നീ ഓർത്തു മാനസാന്തരപ്പെടണം. ജീവിതത്തിൽ നടന്ന വഴികളും ദൈവം നടത്തിയ വഴികളും നമ്മൾ ഓർക്കണം. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, നടന്ന വഴിയും നടത്തിയ വഴിയും ഒന്ന് ഓർക്കണം. നമ്മളെപ്പോഴും പാട്ടുപാടും, നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതിരിക്കുമോന്ന്. എൻ്റെ പ്രിയരെ, എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുക, ഇവിടെ വരെ എത്തിയപ്പോൾ എല്ലാം ദൈവം നടത്തിയ വഴി തന്നെ ആയിരുന്നോ, അതോ നമ്മൾ നടന്ന വഴികളുണ്ടായിരുന്നോ? പിന്നിട്ട ജീവിതത്തിലേക്കൊന്ന് ഇരുന്ന് ഓർക്കണം. ജീവിതത്തിൻ്റെ തത്രപ്പാടിനും തിരക്കിനും ഇടയിൽ ഒരു ഇടവേള എടുക്കണം. ഇന്നലകളെ ഒന്ന് ഓർക്കാൻ, നമ്മുടെ പ്രവർത്തികളെ ഓർക്കാൻ, നമ്മുടെ ഇടപാടുകളെ ഓർക്കാൻ, നമ്മുടെ സംഭാഷണങ്ങളെ ഓർക്കാൻ, നമ്മുടെ ബന്ധങ്ങളെ ഓർക്കാൻ, നമ്മളെ വളർത്തിയവരെ ഓർക്കാൻ, നമ്മളെ നടത്തിയവരെ ഓർക്കാൻ, നമ്മളെ സ്നേഹിച്ചവരെ ഓർക്കാൻ, നമ്മുടെ കൂടെ നടന്നവരെ ഓർക്കാൻ, സഹയാത്രികരെയും സഹജീവികളെയും കണ്ടു വളർന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോൾ നമുക്കറിയാം നമുക്ക് എവിടെയൊക്കെ മാനസാന്തരം വേണമെന്ന്. അപ്പൊ സഭയോട് പറയുകയാണ്, സഭയെ നിനക്ക് ഒരു മാനസാന്തരം വേണം. എന്നാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുന്ന മാനസാന്തരം എന്താണെന്നറിയാമോ? നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് ഓർത്ത് അത് കാത്തുകൊണ്ട് മാനസാന്തരപ്പെടുക. അപ്പോൾ വചനത്തെ സൂക്ഷിക്കുന്നവനും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പൊ വീഴ്ച സംഭവിച്ചവനും മാനസാന്തരപ്പെടണം, സൂക്ഷിക്കുന്നവനും മാനസാന്തരപ്പെടണം. ഇത് സഭയുടെ മാനസാന്തരമാണ്. അപ്പൊ ആദ്യം ഒരു പാപി മാനസാന്തരപ്പെടണം, 2 സഭ മാനസാന്തരപ്പെടണം. നമ്മുടെയൊക്കെ സഭകളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപവാസം ഇരിക്കും. 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ ഉപവാസം ഇരിക്കും. പറ്റുമെങ്കിൽ നമ്മൾ ഒരാഴ്ചയൊക്കെ ഉപവാസം ഇരിക്കും, മിനിമം മാസം തോറും. പിന്നെ വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു നീണ്ട ഉപവാസം 21 ഇരിക്കുക. ഈ ഉപവാസങ്ങളുടെയൊക്കെ പ്രാരംഭ സമയങ്ങൾ തുടങ്ങി നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കുമെന്നറിയാമോ? അഴമേറിയ ഒരു മാനസാന്തരത്തിലേക്ക്. അപ്പൊ സഭയ്ക്കകത്ത് ഒരു മാനസാന്തരം ഉണ്ടാകണം. ആമേൻ. 3-ാമത്തെ മാനസാന്തരം എന്ന് പറയുന്നതാണ് തുയതര സഭയുടെ മാനസാന്തരം. അവിടെ തുയതര സഭയോടല്ല മാനസാന്തരപ്പെടാൻ പറയുന്നത്, അവിടുത്തെ ഇസബേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, പക്ഷെ അവക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല എന്ന് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ദൈവം നിനക്കൊരു സമയം തരികയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മാനസാന്തരപ്പെടുവാൻ ഉള്ള സമയം. ദൈവം മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ നൽകുന്നത് എന്തൊക്കെയാണ്? ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായി ധ്യാനിക്കുവാൻ പോകുന്നത്, ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം എന്തു നൽകുന്നു, ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം എന്ത് നൽകുന്നു. അതിൽ ഒന്നാമത് ദൈവം മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നൽകുന്നത് എന്താണെന്നറിയാമോ? സ്തോത്ര, മനുഷ്യന് സമയം നൽകുകയാണ്. ഞാൻ അതിനകത്ത് അതിലേക്ക് കയറുന്നതിന് മുൻപേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൽ എനിക്കും നിങ്ങൾക്ക് സമയം തരാൻ ഒരേ ഒരാൾക്കേ കഴിയത്തുള്ളൂ. ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ നമുക്ക് സമയം തരാൻ കഴിയത്തുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും പറയുക, നമ്മുടെ ഇടയിലൊക്കെ ഈ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കളിയാക്കി പറയുക, 5 സെന്റ് വസ്തു നിനക്ക് തരാമെന്ന്. ആരെങ്കിലും ഉദരവലിപ്പം കൂട്ടിക്കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉദരവലിപ്പം കൂട്ടിക്കൊടുക്കാൻ കഴിയുകയില്ല. ഇനി അടുത്ത ഭാഗം, പക്ഷെ ഉദരവലിപ്പം കുറച്ച് തരാമെന്ന് പറയുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ട്. പക്ഷെ ഉദരവലിപ്പം കൂട്ടിക്കൊടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതുപോലെ നമ്മൾ പലപ്പോഴും പറയും സമയമില്ല, സമയമില്ല. നിങ്ങൾ സമയമില്ലെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും നിങ്ങളുടെ അടുക്കൽ തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറേ ഉള്ളൂ, ആർക്കും സമയം കൂടുതലില്ലെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിസ്സഹായാവസ്ഥ പറയുകയാണ്, നിനക്ക് സമയം തരാൻ എൻ്റെ പക്കലില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്ന എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവന് ഒരു മനുഷ്യന് സമയം കൂട്ടിക്കൊടുപ്പാൻ കഴിയുക. ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ 39-ാമത്തെ വയസ്സിൽ ഒരു പ്രവാചകൻ തൻ്റെ രോഗക്കിടയ്ക്ക് കരികെ വന്ന് നിന്ന് ഇസ്രായേൽ ഭരിച്ച ഒരു രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു,
വീട്ടുകാര്യമെല്ലാം നോക്കിക്കോ, ഉടനെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിഞ്ഞു കിടന്ന ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു. കരച്ചിൽ കേട്ട് സ്വർഗത്തിലെ ദൈവം വീട്ടിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രവാചകനെ തിരിച്ചു വിളിച്ച് കയറ്റിയിട്ട് പറഞ്ഞു, ദൈവം എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ ആയുസ്സിൽ ഒരു 15 വർഷം കൂടെ, 15 മിനിറ്റ് അല്ല, 15 ദിവസമല്ല, 15 മാസമല്ല, നിന്റെ ആയുസ്സിൽ 15 വർഷം കൂടെ കൂട്ടി തന്നിരിക്കുന്നു. അപ്പൊ സമയം നൽകാൻ കഴിയുന്നത് ഒരേ ഒരാൾക്കേ ഉള്ളൂ. ആർക്കാണ്? ദൈവത്തിന് മാത്രം. ആമേൻ. ഇന്ന് രാത്രികാല 2026 പുതുവർഷം കണ്ട് ഇവിടെ കയറിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അടുക്കലും ഞാൻ പറയുകയാണ്, നീ 2026 കണ്ടത് ഒരു മനുഷ്യന്റെ ഔദാര്യമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയാണ്. ഈ 2026 സമയം നീട്ടിത്തന്നത് എന്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് 2026 ദൈവം നിനക്ക് നീട്ടിത്തന്നത്? എന്തിനാ 2026 ഒരു വർഷം കൂടെ നീട്ടിത്തന്നത്? ആമേൻ. 2025 മരിച്ചു പോകത്തക്ക എത്ര സാഹചര്യങ്ങൾ കടന്നു വന്നോ, എത്ര സമയങ്ങൾ കടന്നു വന്നോ, പിന്നെയും ദൈവം ഒന്ന് നീട്ടിത്തന്നോ. ദൈവം പിന്നെയും സമയത്തിന്റെ കടികാരം ഒന്ന് മാറ്റി. ആമേൻ. നിൽക്കുന്നതിന് മുൻപേ വിറങ്ങലിക്കുന്ന ഒരു കടികാരത്തിന്റെ സൂചി പോലെ നിന്റെ ജീവിതത്തിന്റെ സമയം നിൽക്കാൻ പോകുകയാണെന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ബാറ്ററി മാറിയിട്ട് ചക്രം തിരിച്ചു കൊടുത്ത് കടികാരത്തെ ഓടിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ സമയം ഒന്ന് കൂട്ടിത്തന്നുവെങ്കിൽ അതിന്റെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നോ, എൻ്റെ ആയുസ്സിനകത്തൊരു നാഴികയെങ്കിലും അവൻ കൂട്ടിത്തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു സമയം അവൻ തന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് മാനസാന്തരപ്പെടുവാനൊരു സമയം നൽകിയിരിക്കുന്നു. 2026 എൻ്റെ ദൈവം എനിക്കൊന്ന് നീട്ടിത്തന്നത് ഞാനൊന്ന് മാനസാന്തരപ്പെടാനാണ്. എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരത്തിനായി ദൈവ സമയം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മാനസാന്തരത്തിന് ദൈവം നീട്ടിത്തരും. അത് നമ്മുടെ സമയത്തെ തന്നെ നീട്ടിത്തരും. എന്നാൽ സമയത്തെ നീട്ടിത്തരുമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ഭാഗം കൂടെയുണ്ട്. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവിടെ ദൈവവാഗ്ദത്തങ്ങൾ പരിഹസിക്കപ്പെടുകയാണ്. ദൈവവാഗ്ദത്തങ്ങൾ പരിഹസിക്കപ്പെടുന്നു. എന്താണ് പരിഹസിക്കപ്പെടുന്ന ദൈവവാഗ്ദത്തം? ക്രൈസ്തവർ യേശു കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന്റെ അന്ന് തുടങ്ങി പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു ഒലിവുമലയിൽ നിന്ന് മേഘങ്ങൾക്കിടയിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയതുപോലെ രണ്ടാമതും മേഘങ്ങളിൽ പ്രത്യക്ഷനാകുക. അന്ന് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുക, നാം രൂപാന്തരപ്പെടുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ കല്ലറകളെ തുറന്ന് സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ക്രിസ്തുനാഥനെ കാണുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട് മേഘങ്ങളുടെ മണിപ്പന്തലിൽ വെച്ച് അരിമനാഥനെ കാണുമെന്ന് ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. എടാ, ആകാശത്തിൽ ആരും വന്നില്ലല്ലോ, മേഘത്തിൽ ആരും വന്നില്ലല്ലോ എന്ന് കളിയാക്കാൻ തുടങ്ങി. പരിഹാസം കേട്ട് ഒരു നാളിൽ പത്രോസ് അപ്പോസ്തലനിരുന്ന് പ്രാർത്ഥിച്ചോ, കർത്താവേ, നാട്ടുകാരൊക്കെ ചോദിക്കുന്നു, ഞങ്ങൾ പ്രസംഗിച്ച് യേശു വരാറായി എന്ന്. ഞങ്ങൾ പ്രസംഗിച്ചു, ഇതാ ഈ മധ്യാകാശത്തിൽ യേശു മടങ്ങി വരുമെന്ന്. പിന്നെയും ഞങ്ങൾ പ്രസംഗിച്ചോ, ഒലിവുമലയുടെ നെടുറുകയിൽ നീ യഹൂദന്റെ രക്ഷയ്ക്കായി ഇറങ്ങി വരുമെന്ന്. എന്താ കർത്താവേ വരാഞ്ഞത്? അന്നാളിൽ ഈ പത്രോസിന്റെ അടുക്കൽ സ്വർഗത്തിലെ ദൈവം മറുപടി പറഞ്ഞു. ആ മറുപടിയെ പിന്നീട് ലേഖനം എഴുതുമ്പോൾ പത്രോസ് എഴുതി വെച്ചോ. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ഒരു ചരിത്രം പറയുകയാണ്, ഒരു മർമ്മം, ഒരു രഹസ്യം പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയോ, 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. എന്നിട്ട് അടുത്തതായിട്ട് പത്രോസ് താൻ കേട്ട ദൈവശബ്ദത്തെ വ്യാഖ്യാനിച്ച് നൽകുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെയോ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ.
അപ്പൊ കർത്താവ് സമയം കൂട്ടി നൽകുകയാ. കർത്താവിന് വരാൻ കഴിയാഞ്ഞിട്ടല്ല, കർത്താവിന് സമയം കിട്ടാഞ്ഞിട്ടല്ല, കർത്താവ് ലേറ്റ് ആകുന്നതല്ല, പകരം കർത്താവ് പേഷ്യൻസ് ആണ്. അമേൻ. കർത്താവിന്റെ ഡിലേ അല്ല, അത് കർത്താവിന്റെ പേഷ്യൻസ് ആണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അമേൻ, ഉക്രൈനിൽ സ്ഫോടനം നടക്കാഞ്ഞിട്ടല്ല, ഇറാൻ പിടിച്ചെടുക്കാഞ്ഞിട്ടല്ല, യെരൂശലേമിൽ യുദ്ധമുണ്ടാകാഞ്ഞിട്ടല്ല, അമേൻ, ഇനി മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വട്ടം കൂടണമെന്നൊന്നുമില്ല. യേശു കർത്താവിന് ഏത് കണ്ണിമപ്പൊഴുതിലും മടങ്ങി വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കഴിയോ? കർത്താവിന് അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കർത്താവ് ഒന്നുങ്ങളുടെ സമയം നീട്ടി നൽകുകയാ. അവൻ ദീർഘക്ഷമ കാണിക്കുകയാ. ആരെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടട്ടെ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. ആമേൻ. ഞാൻ ഒരു ദിവസം താമസിച്ചു വന്നാൽ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാലോ? ആമേൻ. ഇന്ന് ഞാൻ മടങ്ങി വന്ന് എൻ്റെ സഭയെ ചേർത്താൽ ഒരുപക്ഷെ അവൻ എടുത്തുകൊള്ളപ്പെടത്തില്ല, അവൻ രൂപാന്തരപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ഒരു ദിവസം കൂടെ എന്ത് ചെയ്യുക? നീട്ടിവെക്ക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഥമ പ്രത്യക്ഷതയെ കുറിച്ച്, യേശു കർത്താവിനെ കാൽവറിയിൽ ബലിമൃഗമായി അർപ്പിക്കുന്നതിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖന സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതി വെച്ചോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും നശിച്ചു പോകാതെ സകല മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചോ. 2023 യേശു വരാഞ്ഞതിന് സ്തോത്രം, 2024 യേശു വരാഞ്ഞതിന് സ്തോത്രം, 2025 യേശു വരാഞ്ഞതിന് സ്തോത്രം. യേശു വന്നിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട അത്ര പാപികളും എവിടെ പോയേനെ? നരകത്തിൽ പോയേനെ. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളുടെ സഭകളിൽ നടന്ന സ്നാനമുണ്ടല്ലോ, ആ സ്നാനത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനക്കുളത്തിൽ നിന്ന് കരേറി വന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ആ സ്നാനം നടക്കേണ്ടതിന് വേണ്ടിയാണ് യേശു മടങ്ങി വരാൻ താമസിച്ചത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണോ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പകരമോ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. അപ്പൊ ദൈവത്തിന് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആഗ്രഹമാണ് മാനസാന്തരം. അത് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയാ. ദൈവത്തിന്റെ ആഗ്രഹമാണ് മാനസാന്തരം. ആ ദൈവത്തിന്റെ ആഗ്രഹമാണ് മാനസാന്തരം എന്നതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം നമുക്ക് സമയം നൽകുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നിന്റെ പാലും പഴവും ആവശ്യമില്ല, ദൈവത്തിന് നിന്റെ മണിനാദം ആവശ്യമില്ല, ദൈവത്തിന് നിന്റെ വെണ്ണയും ദൈവത്തിന് നിന്റെ തൈലവും ആവശ്യമില്ല. 1000 തൈല നദികളും മൃഗരക്തങ്ങളിലോ കുരുതി കഴിക്കുന്ന ചോരക്കകത്തുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന്റെ ഇച്ഛ എന്താണെന്നറിയാമോ? നീ മാനസാന്തരപ്പെടണം, നീ ഒരു നല്ല മനുഷ്യനാകണം, നീ ഒരു സ്നേഹത്തിന്റെ ഉടയവനാകണം, നീ ഒരു കരുണയുടെ ഉടയവനാകണം. നിന്റെ മനസ്സൊന്ന് മാറണം, നിന്റെ മനസ്സൊന്ന് മാറണം. അതിനുവേണ്ടി ദൈവം ഒന്നാമത് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? സമയം നൽകുകയാണ്. 2, ദൈവം ഒരുവന്റെ മാനസാന്തരത്തിന് വേണ്ടി രണ്ടാമത് നൽകുന്നത് എന്ത്? ഒന്നാമത് ദൈവം സമയം നൽകുകയാണ്, രണ്ടാമതായി ദൈവം മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി നൽകുന്നത്. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പൊ ദൈവം മനുഷ്യനെ എങ്ങനെയാ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതെന്നറിയാമോ? ലോകത്തിന്റെ നിയമവ്യവസ്ഥ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് എങ്ങനെയാ നയിക്കുന്നത്? നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരിക. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ച് അവൻ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ച ഉടനെ അമ്മയും അപ്പനും എന്തോ പറയുന്നറിയാം? 2 എണ്ണം അവന് കൊള്ളാത്തതിന്റെ കുറവാ.
ഇന്ന് അവൻ അടി കൊണ്ടാൽ അവൻ നന്നാവും. ആമേൻ. ഇതുപോലെ വളർന്നു കഴിയുമ്പോൾ ലോകത്തിന്റെ നിയമവ്യവസ്ഥയും എന്താണ് പറയുന്നറിയാവോ? അവനെ 6 മാസം പിടിച്ച് ജയിലിൽ ഇടാമെങ്കിൽ എന്ത് ചെയ്യോ? അവൻ നന്നാവും. അവനെ 2 വർഷം, അവനെ ഒരു 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടാൽ അവനൊന്ന് നന്നാവും. അപ്പൊ ലോകം പറയുന്നത് ശിക്ഷ കൊണ്ട് മനുഷ്യൻ മാനസാന്തരപ്പെടുമെന്ന്. പക്ഷേ ദൈവം എന്താ പറയുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, നിന്നോട് ദൈവം ദയ കാണിക്കുന്നത് നീ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. നിന്നോട് ദൈവം ദയ കാണിക്കുന്നത് നീ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിന്റെ ദയ ഒരു മനുഷ്യന് മാനസാന്തരം കൊണ്ടുവരുമോ? ദൈവത്തിന്റെ ദയ ഒരു മനുഷ്യന് മാനസാന്തരം കൊണ്ടുവരുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടത് ദൈവത്തിന്റെ ദയയാലാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പൊട്ടിയപ്പോഴോ, ഞാൻ ബിസിനസ്സിന് പൊട്ടിയപ്പോഴോ, എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോഴോ ഒന്നുമല്ല ഞാൻ എൻ്റെ മാനസാന്തരത്തിന്റെ പാതയിലെത്തിയത്. പകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ മേൽ വീണപ്പോൾ, കൃപ എൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ, കൃപാവരം എൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ, അവിടെയാണ് ഞാൻ ദൈവത്തിന്റെ ദയയിലാണ് മാനസാന്തരപ്പെട്ടത്. അതിനകത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദിയുള്ളവനാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, യേശു കർത്താവ് ഗന്നസരേത്ത് തടാകത്തിൻ്റെ തീരത്തുകൂടെ നടക്കുകയാണ്. ഗന്നസരേത്ത് തടാക തീരത്തുകൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ പടകിൽ നിന്ന് വല കഴുകുകയാണ്. ഒരാൾ പോലും അങ്ങേറെ അടുത്തില്ല. അയാൾ ഒറ്റയ്ക്ക് നിന്ന് വല കഴുകുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ തീരപ്രദേശത്ത് ഹാർബറിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവരായിരിക്കുക. ഒരു വള്ളം കരയ്ക്ക് വരുമ്പോൾ അതിനകത്ത് മീനുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൻ്റെ ചുറ്റും നിൽക്കാൻ 100 പേര് കാണും. അവിടെ ഭയങ്കരം തള്ളായിരിക്കുക. മേടിക്കാൻ വന്നവരും കാണാൻ വന്നവരും അവിടുത്തെ ഏജന്റുമാരും എല്ലാവരും കൂടെ ഒരു വലിയ തിരക്കായിരിക്കുക. പക്ഷേ ഒരു വള്ളം ആടി വരികയാണ്. അതിനകത്തൊന്നും ഇല്ല എങ്കിൽ ഒരു മനുഷ്യരും ആ വള്ളത്തെ തിരിഞ്ഞു നോക്കത്തില്ല. ഇങ്ങനെ ആരും തിരിഞ്ഞു നോക്കാതെ ഒരു മനുഷ്യൻ നിന്ന് വല കഴുകുകയാണ്. ആ വലയിൽ കയറിയ ചള്ളും ചപ്പും ഒക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് ആ വലയിലെ തുന്നൽ വിട്ടതൊക്കെ കെട്ടിയെടുത്തുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാ യേശു അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ വള്ളം നിറയുമ്പോൾ മനുഷ്യൻ വരും. പക്ഷെ ശൂന്യമായ വള്ളത്തെ തേടി വരുന്ന ഒരുത്തനുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഉയർത്തുന്നത്. സകലരും ഒഴിഞ്ഞുപോയ ഇടത്തേക്ക് കയറി വന്ന് അന്വേഷിക്കുന്ന യേശു, ആ യേശു അടികത്തേക്ക് കടന്നു വന്നിട്ട് ആ പടകിനെ ഒന്ന് നീക്കാൻ പറഞ്ഞു. ഈ നല്ല മനുഷ്യൻ പടക് നീക്കിക്കൊടുത്തോ. തലേരാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു മീൻ പോലും കിട്ടാതെ വല കഴുകിക്കൊണ്ട് നിന്ന മനുഷ്യൻ, ക്ഷീണിതരായിരിക്കുന്ന മനുഷ്യൻ, അന്നത്തെ ദിവസത്തിന്റെ പ്രതീക്ഷ എല്ലാം തകർന്ന മനുഷ്യൻ, ഈ ഒരു അപരിചിതൻ വന്ന് പടക് നീക്കാൻ പറയുമ്പോൾ പടക് നീക്കി കൊടുക്കുന്നു. എന്തൊരു നല്ല മനുഷ്യനാണെന്ന് നോക്കിയേ. അവിടെയാണ് ക്രൈസ്തവതയുടെ ശ്രേഷ്ഠ അപ്പോസ്തലന്റെ ആരംഭം, ശുശ്രൂഷയുടെ ആരംഭം, ആത്മീയതയുടെ ആരംഭം എവിടെയാണെന്നറിയാമോ? നല്ല മനസ്സിനകത്താണ്. നല്ല മനസ്സിനകത്ത്. നിങ്ങൾ നോക്കിയേ, പത്രോസ് എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നത്. ഈ മനുഷ്യന്റെ പടകിലേക്ക് യേശു കയറി നിന്ന് പ്രഭാഷണം നടത്തി. പ്രഭാഷണത്തിന് അനന്തരം ഇറങ്ങി വന്ന് പത്രോസിന്റെ അടുക്ക പറഞ്ഞു, പത്രോസ്, നീ അങ്ങോട്ട് നീക്കി ആഴത്തിൽ മീൻ പിടിക്കാൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രഭാഷണ ചാതുര്യതയോടുകൂടെ പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവനല്ല എൻ്റെ യേശു ക്രിസ്തു. പ്രസംഗിച്ച് തീർത്തതിനനന്തരം ഓരോരുത്തൻ്റെയും നൊമ്പരപ്പെടുന്ന വിഷയത്തിനകത്ത്, ഓരോരുത്തൻ്റെയും പ്രശ്നങ്ങൾക്കകത്ത് ഇറങ്ങിച്ചെന്ന് അവൻ്റെ ഗതി അറിഞ്ഞ്, അവസ്ഥയറിഞ്ഞ്, നിലയറിഞ്ഞ്, നിലവാരമറിഞ്ഞ്, സ്ഥിതി അറിഞ്ഞ് അവൻ്റെ ആഴത്തിൻ്റെ അന്തരാത്മാവിനെ തൊടാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ ഞാൻ അവനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനെ പ്രസംഗിക്കുന്നതിൽ അഭിമാനിക്കുന്നത്. എൻ്റെ യേശു ഒരു നല്ല പ്രഭാഷകനാണ്. എൻ്റെ യേശു നല്ല ഒരു പ്രവാചകനാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ജനം ഓടിക്കൂടിയത് പ്രഭാഷണ ചാതുര്യതയെക്കാട്ടിലോ പ്രവാചക ശബ്ദത്തെക്കാട്ടിലോ അവൻ്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തി ജനത്തിന് നൽകുന്ന വിടുതലുകളെ കണ്ടിട്ടാണ്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാർഗത്തിൻ്റെ, ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തീയതയുടെ ശ്രേഷ്ഠത. ക്രിസ്ത്യാനിത്വം വളർന്നത് പ്രസംഗത്തിൻ്റെ
ശക്തി കൊണ്ടല്ല. ലോകം കണ്ട ഏറ്റവും കിരാത ഇസങ്ങളിലൊന്ന് നാസിസമാണ്. നാസിസം വളർത്തിയെടുത്ത ഹിറ്റ്ലറിന്റെ അടുക്കൽ ചോദിക്കുക, ഹിറ്റ്ലർ, താങ്കൾ എങ്ങനെയാണ് നാസിസം വളർത്തിയെടുത്തത്? യൂറോപ്പിന്റെ മണ്ണിൽ കിടന്ന മനുഷ്യരെ ഇത്ര ദേശീയവാദികളാക്കി തീർത്ത് ചിതറിക്കിടന്ന യഹൂദന്മാരെ കത്തിച്ചു കളയാൻ തക്കവണ്ണ ആ യൂറോപ്യൻ ജനതയെ നീ എങ്ങനെയാണ് ഒന്നിച്ചെടുത്തത്? ഹിറ്റ്ലർ പറയോ, എൻ്റെ പ്രസംഗ ചാതുര്യം കൊണ്ടാണ് ഞാൻ ഉയർത്തിയെടുത്തത്. അമേരിക്കയിലെ അധസ്ഥിത വിഭാഗത്തെ ഉയർത്തിയെടുത്ത കിങ് മാർട്ടിൻ ലൂതറിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, അല്ലയോ മാർട്ടിൻ ലൂതർ, ചിതറിക്കിടന്ന അടിമ കച്ചവടത്തിന് വിൽപ്പന ചരക്കായിരുന്ന അധസ്ഥിത സമൂഹത്തെ താങ്കൾ എങ്ങനെയാണ് ഉയർത്തിയെടുത്തത്? അദ്ദേഹം പറയോ, എൻ്റെ പ്രസംഗ ചാതുര്യതയിലാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്നൊന്ന് ചോദിക്ക്, കർത്താവേ, അങ്ങയുടെ പ്രഭാഷണ കലയാണോ അങ്ങയുടെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത? അങ്ങയുടെ പ്രഭാഷണം കൊണ്ടാണോ അങ്ങ് ലോകത്തെ തിരിച്ചു മറിച്ചത്? അദ്ദേഹം പറയോ, എൻ്റെ പ്രഭാഷണത്തിന് വന്ന വിശന്നിരുന്നവരെ 5 അപ്പത്തിൽ കൊണ്ട് ഞാൻ 5000 പുരുഷന്മാരെ ഊട്ടിവിട്ടപ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ മുമ്പിൽ 38 വർഷമായി കൂനിയായിരുന്ന സ്ത്രീയെ ഞാൻ നിവർത്തി വിട്ടപ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ മുമ്പിൽ വരണ്ട കൈയുള്ള മനുഷ്യനെ ഞാൻ സൗഖ്യമാക്കിയപ്പോൾ എൻ്റെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ എൻ്റെ പ്രസംഗ യാത്രയുടെ ഇടയിൽ എൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലുരുത്തി തൊട്ടപ്പോൾ അവളുടെ സൗഖ്യം വ്യാപരിച്ചതുപോലെ എൻ്റെ പ്രസംഗത്തിനകത്ത് വ്യാപരിച്ച ദൈവശക്തിയാണ് എൻ്റെ ശുശ്രൂഷ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ക്രിസ്ത്യാനിത്വം പ്രഭാഷണത്തിന്റെ ചാതുര്യതയല്ല, ക്രിസ്ത്യാനിത്വം പ്രസംഗകലയല്ല, അതിനപ്പുറം ക്രിസ്തീയ പ്രഭാഷണത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഈ രാത്രി ഞങ്ങൾ അതാണ് പ്രസംഗിക്കുന്നത്. യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ നിൽക്കുകയാണ്. ആ പടകിനകത്ത് പടകിൽ നിന്ന് ഇറങ്ങി വല വീശുവാൻ പറഞ്ഞു. പത്രോസ് പോയി ആഴത്തിൽ വല വീശി. പത്രോസിന്റെ വല ആഴത്തിൽ വീശാൻ കൊള്ളുന്നതല്ലായിരുന്നു കേട്ടോ, മുകളിൽ വീശാൻ കൊള്ളുന്നതായിരുന്നു. കടലിന്റെ ശാസ്ത്രം അറിയുന്നവർക്കറിയാം, ചെറുമീനുകൾ മുകളിൽ നിൽക്കും, വലിയ മീനുകൾ താഴെ നിൽക്കും. അപ്പൊ പത്രോസിന്റെ കയ്യിലിരുന്ന വല മുകളിലെ കുഞ്ഞുമീനുകളെ പിടിക്കാനുള്ളതായിരുന്നു. പത്രോസിന്റെ കയ്യിലിരുന്ന പടകും കൊച്ചുമീനുകളെ കയറ്റിക്കൊണ്ട് വരാനായിരുന്നു. പക്ഷേ പത്രോസ് പോയി ആഴത്തിൽ വീശി, വലിയ മീനുകൾ കയറി. തലേരാത്രി ചെറുമീനുകൾ പോലും കയറാതിരുന്ന മനുഷ്യന്റെ പടകിനകത്ത് കയറാൻ കഴിയാത്ത വലിയ മീനുകൾ. സമീപത്തുള്ള പടകിലുള്ളവരെ കൈകാട്ടി വിളിച്ചു. അവർ കടന്നു ചെന്നു. അവർ ഇരുവരും കൂടെ ഈ പടകിൽ മത്സ്യത്തെ കൊണ്ടുവന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അല്ലയോ പത്രോസേ, താങ്കൾക്ക് എപ്പോഴാണ് പാപബോധമുണ്ടായത്? യേശുവിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണോ? അല്ല, പകരമോ തൻ്റെ ശൂന്യമായ പടകിനകത്ത് ദൈവം മത്സ്യത്തെ നിറച്ചപ്പോഴാണ്. ഇതാണ് റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ആമേൻ. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തണം. അല്ലാതെ ദൈവത്തിൻ്റെ ദയയുടെ, ക്ഷമയുടെ, ദീർഘക്ഷാന്തിയുടെ ഐശ്വര്യത്തെ നിരസിക്കരുത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന, ചാരത്തും ദൂരത്തും ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ നന്മകളാൽ നിറച്ചത്, നിന്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകിയത്, ഉണ്മാനും ഉടുപ്പാനും നൽകിയത് നിന്റെ അകത്ത് ഒരു മനസ്സാന്തരം ഉണ്ടാകേണ്ടതിനാണ്, നിന്റെ സ്വഭാവം മാറേണ്ടതിനാണ്, നിന്റെ ചിന്താഗതി മാറേണ്ടതിനാണ്, നിന്റെ നിരൂപണങ്ങൾ മാറേണ്ടതിനാണ്. ദൈവത്തിൻ്റെ ദയ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, കരുണയുള്ള ദൈവം, ദയയുള്ള ദൈവം തൻ്റെ ദയയാൽ, തൻ്റെ കരുണയാൽ, തൻ്റെ മനസ്സലിവിനാൽ എത്രയോ നന്മകൾ നിനക്ക് നൽകി. ഉണ്മാനും ഉടുപ്പാനും നൽകി, ഉച്ഛ്വാസത്തിനായി ശ്വാസം നിനക്ക് നൽകി, ആരോഗ്യമുള്ള ശരീരം നൽകി, നല്ല കുടുംബം നൽകി. ഇന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം നിന്നെ കൊണ്ടുവന്നോ? ഇതിൻ്റെ എല്ലാം പിമ്പിൽ ദൈവം എന്തായിരുന്നു ആഗ്രഹിച്ചതെന്നറിയാമോ? അവൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. അവൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ദൈവത്തിൻ്റെ ദയക്ക് 2 തലമുണ്ട് കേട്ടോ. ഒന്ന് ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ദയ ഭൗമിക തലത്തിലാണ്. അവൻ ഉണ്മാനും ഉടുപ്പാനും തരും. എന്നാൽ അതിനപ്പുറമായ ഒരു ദൈവത്തിൻ്റെ ദയയുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ യാദൃശ്ചിക അവിടെ എന്ത് ചെയ്തു എന്നറിയാമോ? ആമേൻ. എല്ലാവരും 24-ാം വാക്യം, എല്ലാവരും ഇങ്ങനെ അന്യഭാഷകളിൽ സംസാരിക്കുകയോ പ്രവചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാ യാദൃശ്ചിക ഒരുത്തൻ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ അവിശ്വാസിയും ആത്മവിവരം ഇല്ലാത്തവനുമായ ഒരുത്തൻ അകത്തു കയറി വന്നു. സ്തോത്രം. അകത്തു കയറി വന്നു കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്കകത്ത് വ്യാപരിച്ച ദൈവാന്തരീക്ഷത്തിനകത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവന് മാനസാന്തരമുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നാം ഒക്കെ ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരിക. ആമേൻ. എന്താ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുന്നത്? നമ്മളൊക്കെ വിശുദ്ധന്മാരായിട്ടാണോ? നമ്മുടെ കീബോർഡിൻ്റെ സൗണ്ട് കൊണ്ടാണോ? നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റം കൊണ്ടാണോ? നമ്മുടെ മൈക്കിൻ്റെ വാട്ടേജ് കൊണ്ടാണോ? പിന്നെ എന്താണ്? ദൈവ സാന്നിധ്യത്തിൽ പലപ്പോഴും ഇരുന്നപ്പോൾ ശക്തമായ ദൈവ സാന്നിധ്യമുണ്ടായി. ദൂതുകൾ കേൾക്കാൻ തുടങ്ങി, പ്രവചനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി, ദൈവാത്മാവ് നമ്മളോട് ഇടപെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയാം, 1000 കോടിയുടെ സമ്പത്തിനെക്കാട്ടിലും വലിയ ദയ എളിയവരും ദരിദ്രരുമായ നമ്മൾ ഇരുന്ന ഇടത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ സാന്നിധ്യം ഇറക്കിയതാണ്. ഏറ്റവും വലിയ ദയ. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്തത്? നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ, നമ്മുടെ രാത്രി പ്രാർത്ഥനകളിൽ, നമ്മുടെ സഭാരാധനകളിലൊക്കെ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നില്ലേ? ഇറങ്ങി വന്ന് കൃപ പകർന്നില്ലേ? കൃപാവരം പകർന്നില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെ വിവശതയിൽ കൊണ്ടുപോയില്ലേ? വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ലേ? അപ്പോ സ്വർഗത്തിലെ ദൈവം പറയുകയായിരുന്നു, ഞാൻ ദയ തോന്നി അവൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നാൽ എൻ്റെ ദയ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തും. അതാണ് ദൈവസഭയുടെ ശക്തി, അതാണ് ദൈവസഭയുടെ ശ്രേഷ്ഠത. ദൈവസഭയ്ക്കകത്ത് എളിയവൻ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. അത് ദൈവത്തിൻ്റെ ദയയാണ്. ആ ദയ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുക. 1, ദൈവം മാനസാന്തരപ്പെടുവാൻ ഒരു സമയം തരുന്നു. 2, ദൈവം മാനസാന്തരപ്പെടുവാൻ ആമേൻ നമ്മളോട് ദയ കാണിക്കുന്നു. 3, ദൈവം മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ വചനത്തെ നൽകുകയാണ്. തൻ്റെ വചനത്തെ. എൻ്റെ സഹോദരങ്ങളെ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യം, ലൂക്കോസ് 11:32, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിനവേക്കാർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. നിനവേക്കാർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. നിനവേക്കാർ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? യോന എന്ന ഒറ്റ മനുഷ്യന്റെ പ്രസംഗം കേട്ട്. ആമേൻ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, യേശു കർത്താവ് മരണത്തിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 50-ാം നാൾ താൻ സ്വർഗാരോഹണം ചെയ്തു. 40-ാം നാൾ താൻ സ്വർഗാരോഹണം ചെയ്തു. തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ 10-ാം ദിനം, അത് പെന്തക്കോസ്ത് ദിനമാണ്. ആ പെന്തക്കോസ്ത് നാളിൽ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടായി. ആ പകർച്ചയിൽ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. 3000 പേർക്ക് മാനസാന്തരം ഉണ്ടായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവചന പ്രഘോഷണത്തിനൊരു ശക്തിയുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുവാൻ. നരഭോജികളായിരുന്ന മനുഷ്യനെ നരസ്നേഹിയാക്കി തീർത്തത് ദൈവവചന പ്രഘോഷണമാണ്. ലക്ഷോപലക്ഷം മനുഷ്യരെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ചത് ദൈവവചന പ്രസംഗമാണ്. മനുഷ്യന്റെ തകർന്ന മനസ്സിനകത്ത് പ്രതീക്ഷ നൽകിയത് ദൈവവചന പ്രസംഗമാണ്. ആമേ. ഇന്ന് രാത്രി ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു, എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ഒരു സുവിശേഷ പ്രസംഗികനാക്കി തീർത്തതിൽ. കാരണം ലോകത്തിലേറ്റവും മനുഷ്യനെ നന്മയുള്ളവനാക്കുവാൻ കഴിയുന്നത്, ലോകത്തിലേറ്റവും മനുഷ്യനെ ജയശാലിയാക്കുവാൻ കഴിയുന്നത്, ലോകത്തിലേറ്റവും മനുഷ്യനെ നന്മയിലേക്ക് തിരിക്കുവാൻ കഴിയുന്നത് അത് ദൈവവചന പ്രഭാഷണത്തിനാണ്. യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ.
ആയിരുന്നല്ലോ. യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ നിനവയുടെ പട്ടണം വലിയ നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അപ്പൊ യോനയുടെ പ്രസംഗം മാനസാന്തരത്തെ നൽകിയോ അതോ ആ പട്ടണത്തിന് രക്ഷയെ നൽകിയോ? ഞാനത് സാവകാശത്തിലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി ആമേൻ, പലർക്കും പലയിടങ്ങളിലോ നിരന്തരമായി കൺവെൻഷനുകൾ നടക്കുന്നു, വഴിനീള മൈക്കുകൾ വെച്ച് കെട്ടുന്നു. എന്തിനായി കാശൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത്? ആമേൻ, വല്ല സിനിമാ പാട്ടാണോ, വല്ല ഡ്രാമയാണോ, വല്ല നാടകമാണോ, നല്ല മിമിക്സ് പരേഡാണോ? ഇത് വല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് വല്ലോ പ്രയോജനം ഉണ്ടായിരുന്നേനെ. സ്നേഹിത, മിമിക്സ് പരേഡിന് നിനക്ക് മാനസാന്തരം വരുത്താൻ കഴിയത്തില്ല. ഡാൻസിനും മിമിക്രിക്കും നിനക്ക് മാനസാന്തരം വരുത്താൻ കഴിയത്തില്ല. പക്ഷേ കർണരസകരമാകുമാറുള്ള മിമിക്സ് പരേഡിനും മിമിക്രിക്കും അപ്പുറം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ പ്രസംഗത്തിന്, ഞങ്ങളുടെ സുവിശേഷത്തിന് നിന്റെ ജീവിതത്തെ തൊടാൻ കഴിയും, നിന്റെ ഹൃദയത്തെ തൊടാൻ കഴിയും, നിന്റെ വിഷയങ്ങളെ തൊടാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ദൈവം മാനസാന്തരത്തിനായി എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദൈവം മാനസാന്തരത്തിനായി തൻ്റെ വചനത്തെയോ പ്രസംഗത്തെയും നൽകുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചയക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? നീ അവരോട് പോയി ദൈവരാജ്യത്തെ സുവിശേഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കയറാം. ദൈവം ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് നൽകുന്ന നാലാമത്തെ വിഷയം. അമ്മേ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ദൈവം ഒരു മനുഷ്യന്റെ മാനസാന്തരത്തിനായി നൽകുന്ന നാലാമത്തെ വിഷയം അതിങ്ങനെയോട് തിരുവെഴുത്ത് പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. അപ്പോൾ മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവം ചില വേളകളിൽ എന്തോ ചെയ്യുമെന്നറിയാമോ? ചില ദുഃഖങ്ങളെ നൽകും, ചില സങ്കടങ്ങളെ നൽകും. അത് രക്ഷയുടെ 7 പടികൾക്കകത്തുള്ള സംഗതിയാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ഞാൻ പറയാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവഹിതപ്രകാരമായ ദുഃഖം. യോശുവ എന്ന മനുഷ്യനെ നമുക്കറിയാം. ഇസ്രായേൽ മിസ്രൈമിലെ 400 സംവത്സരത്തെ പ്രവാസകാലത്തിനപ്പുറം മോശ എന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ പുറപ്പെടുമ്പോൾ മോശയുടെ ശിഷ്യനായി നിന്ന ആളാണ് യോശുവ. പിന്നീട് നെബോ എന്ന പർവ്വതത്തിൽ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശ എന്ന മനുഷ്യൻ മരണം വഴിയായി ഇസ്രായേലിന്റെ കളത്തിൽ നിന്ന് മാറുമ്പോൾ ആ നിയോഗം ഏറ്റെടുത്ത് വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോയ അവരുടെ ന്യായാധിപനായിരുന്നു യോശുവ എന്ന മനുഷ്യൻ. ഈ യോശുവ എന്ന മനുഷ്യൻ എരിഹോവ് എന്ന വലിയ പട്ടണത്തിന്റെ മതിൽക്കെട്ടുകളെ, പർവ്വതം പോലെ നിന്ന മതിൽക്കെട്ടിനെ ഒരൊറ്റ വാളു കൊണ്ട് വെട്ടാതെ, ഒരൊറ്റ അമ്പെയ്യാതെ, ഒരൊറ്റ യുദ്ധമുനെ ഉപയോഗിക്കാതെ അമേൻ മൗനമായി നടന്ന് ആരാധിച്ച് അതിനെ തകർത്ത് ഭൂമിയുടെ അധോഭാഗത്തിൽ ഇറങ്ങിക്കളഞ്ഞ് എരിഹോവിനെ പിടിച്ചെടുത്ത മനുഷ്യനാണ്. അമേൻ, മഞ്ഞുകാലത്ത് ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് ഉരുകി ഒഴുകുന്ന മഞ്ഞിനകത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ തീരത്ത് അമേൻ തന്നോടുകൂടെയുള്ള പുരോഹിതന്മാരെ ഇറക്കി നിർത്തി ആ യോർദാനിലെ ഒഴുക്കിനെ പിടിച്ചു നിർത്തിയ മനുഷ്യനാണ് യോശുവ. എന്നാൽ യോശുവ എന്ന മനുഷ്യൻ തൻ്റെ യാത്രയിൽ ഹായി എന്ന പട്ടണത്തിന് സമീപത്തെത്തി. ഹായി എന്ന പട്ടണത്തിന് സമീപത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന യുദ്ധത്തിൻ്റെ പോർവിളികളെ കേട്ട് യോശുവയുടെ അടുക്കൽ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, എരിഹോവിനെ തകർത്തതോർത്താൽ, യോർദാനെ കടന്നതൊക്കെ ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ ഹായി വലിയ കാര്യമൊന്നുമല്ല. വെറും 3000 പേര് പോയി കഴിഞ്ഞാൽ ഹായിയെ കീഴടക്കിയിട്ട് വരാം. എന്നാൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം ആമേൻ ഹായി പട്ടണത്തിന്റെ യുദ്ധം പറയുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകർത്യം ചെയ്തു. അകർത്യത്തിന് ശേഷം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. 3000 പേർ യുദ്ധത്തിന് പോയി. അവർ തോറ്റ് തുന്നം പാടി പരാജയപ്പെട്ട് മടങ്ങി വരികയാണ്. യോശുവയെ ദൈവം വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, യോശുവ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിനക്കെതിരായി നിൽക്കത്തില്ല. ഇത് കേട്ടാണ് പുള്ളി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്. വാഗ്ദത്തം എന്തായിരുന്നെന്നറിയാമോ? ഒരു മനുഷ്യൻ പോലും നിനക്കെതിരായി നിൽക്കത്തില്ല. പക്ഷെ 7-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് ദാണ്ട് കിടക്കുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട യോശുവ നിലമ്പാട് വീണ് കരയാൻ തുടങ്ങി. നിലമ്പാട് വീണ് കരഞ്ഞ യോശുവയെ
സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യോശുവ നീ കരയണ്ട, നീ എഴുന്നേൽക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം നേരിട്ടതിന്റെ കാരണം ഇസ്രായേലിന്റെ നടുവിൽ ഒരു പാപമുണ്ട്. ആ പാപം കഴുകിക്കളയുവാൻ, ആ പാപത്തിൽ നിന്നൊരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കൂടപ്പിറപ്പേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നത് അമ്മേ കെട്ടിഞ്ഞാന്ന് ചാകാനല്ല കേട്ടോ, എലിവിഷം മേടിച്ച് ജീവിതം തീർക്കാനല്ല. നിന്റെ പരാജയങ്ങളുടെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ ഒന്ന് മാനസാന്തരപ്പെടണോ. എവിടെയാ നീ പരാജയപ്പെട്ടത്? കുടുംബത്തിലാണോ പരാജയപ്പെട്ടത്? തൊഴിലിലാണോ പരാജയപ്പെട്ടത്? വിദ്യാഭ്യാസത്തിലാണോ പരാജയപ്പെട്ടത്? കർമ്മപദത്തിലാണോ പരാജയപ്പെട്ടത്? സമൂഹത്തിലാണോ പരാജയപ്പെട്ടത്? നീ എവിടെയെങ്കിലും തോറ്റുപോയോ? ഇന്ന് രാത്രി നിന്റെ തോൽവിയെ നന്മയാക്കി തീർക്കുവാൻ കഴിയോ? ഹായിലെ പരാജയത്തിൽ നിന്ന് ഇസ്രായേൽ ഒരു മാനസാന്തരത്തിലേക്ക് കയറി. ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ സ്നേഹത്തോടെ വിളിച്ചു പറയുകയാണ്, ഈ പരാജയം ഒരു മാനസാന്തരമായി മാറട്ടെ. ഈ പരാജയം ഒരു മാനസാന്തരമായി മാറട്ടെ. പരാജയത്തെ മാറ്റുവാനുള്ള ഒന്നാമത്തെ പടി മാനസാന്തരമാണ്. ശിംശോൻ എന്ന മനുഷ്യൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ, ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടോ, ഇടതൂർന്ന മുടിയും സൗന്ദര്യവും നഷ്ടപ്പെട്ടോ, കെട്ടപ്പെട്ടവനായി അവൻ ഇരിക്കുന്ന വേള പക്ഷെ അവിടെ ഇരുന്ന് താൻ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നോ. നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധനസ്ഥനാക്കിയ ആ വലിയ മാളികയെ താൻ വലിച്ചു താഴെയിട്ടോ. ഇന്ന് രാത്രി നിന്റെ സകല പരാജയങ്ങളോ മാനസാന്തരം എന്ന ഒറ്റ അനുഭവത്തിനകത്ത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുമ്പോൾ, ഇന്ന് രാത്രി ആ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാമോ? ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുക, നിന്റെ വിദ്യാഭ്യാസത്തിലാണോ പരാജയപ്പെട്ടത്? നിന്റെ കുടുംബജീവിതത്തിലാണോ പരാജയപ്പെട്ടത്? നിന്റെ സാമ്പത്തിക മേഖലയിലാണോ പരാജയപ്പെട്ടത്? നീ എവിടെ തോറ്റുപോയവനാകട്ടെ, ഈ രാത്രി സ്വർഗം നിനക്കൊരവസരം തരികയാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് മാനസാന്തരത്തിലേക്ക് വരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പരാജയം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. ജീവിതത്തിൻ്റെ പരാജയത്തിൽ ആത്മഹത്യ ചെയ്യുകയല്ല, ജീവിതത്തിൻ്റെ പരാജയത്തിൽ കള്ളുകുടിച്ച് തീർക്കുകയല്ല. ജീവിതത്തിൻ്റെ പരാജയം മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ മനുഷ്യനാണ് ആമോസ്. ഇസ്രായേലിൻ്റെ ഗതികെട്ട കാലത്ത് ഇസ്രായേലിൻ്റെ നടുവിൽ പ്രസംഗിച്ച പ്രവാചകനാണ്. ആ ആമോസിൻ്റെ കൂടെ ദൈവം പറയുന്ന ചില ഭാഗങ്ങളുണ്ട് കേട്ടോ. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും അപ്പത്തിൻ്റെ കുറവുണ്ടായിട്ടോ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അപ്പൊ അപ്പം കുറച്ചപ്പോഴും ദൈവം എന്താ ചിന്തിച്ചത്? ഇവൻ എങ്കലേക്ക് തിരിയണം. വീണ്ടും അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു, എന്നിട്ട് നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അപ്പൊ കൊയ്ത്തിന് 3 മാസം ഉള്ളപ്പോ എന്തോ പെയ്യണോ? പിന്മഴ പെയ്യണോ? പിന്മഴ പെയ്തില്ല. പ്രകൃതി നിനക്ക് പ്രതികൂലമായി. നിന്റെ കൊയ്ത്തിന്റെ അകത്ത് കതിരുകൾ മുഴുവൻ എന്ത് ചെയ്തു പോയി? കരിഞ്ഞുപോയി. നിനക്ക് വലിയ നഷ്ടം നേരിട്ടോ. എന്നിട്ട് നീ എന്ത് ചെയ്തില്ല? എങ്കലേക്ക് തിരിഞ്ഞില്ല. നീ നോക്കിക്കൊണ്ട് നിന്നപ്പോ ഒരു കണ്ടത്തി മഴ പെയ്തു, മറ്റേ കണ്ടത്തി പെയ്തില്ല. എന്നിട്ടും നീ എന്ത് ചെയ്തില്ല? എനിക്ക് മാനസാന്തരപ്പെട്ടില്ല. നിന്റെ കൂടിരുന്ന് പഠിച്ചവൻ പാസ്സായി, നീ പൊട്ടി. നിന്റെ കൂടെ ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തവർ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടില്ല. നിന്റെ അതേ ബിസിനസ് ചെയ്തവൻ കയറിപ്പോയി, പക്ഷെ നീ അങ്ങ് എത്തിയില്ല. അങ്ങേ കണ്ടെത്തി മഴ പെയ്തു, നിന്റെ കതിര് കരിഞ്ഞുപോയി. നിനക്ക് സാമ്പത്തിക നഷ്ടം വന്നു, എന്നിട്ട് നീ മാനസാന്തരപ്പെട്ടില്ല. വീണ്ടും 8-ാം വാക്യത്തിൽ പറയുകയാണ്, 2-3 പട്ടണങ്ങൾ ഒരു പട്ടണത്തിലേക്ക് വെള്ളം തേടി ചെന്നു, എന്നിട്ടും ദാഹം തീർന്നില്ല. ശാരീരികമായി ബലഹീനപ്പെട്ടോ, എന്നിട്ട് നീ എങ്കലേക്ക് തിരിഞ്ഞില്ല. വീണ്ടും ദൈവം അവിടെ നിന്ന് ഓരോന്നോരോന്നായി പറയുകയാണ്, വിഷമഞ്ഞ് വന്നു, മഹാമാരി വന്നു, വെൺകതിര് വന്നു, തുള്ളൻ വന്നു,
പച്ചപ്പുഴു വന്നു, വിട്ടില് വന്നു, സംഹാരങ്ങൾ വന്നു. ജീവിതത്തിൽ ഇത്രയും കഷ്ടം വന്നിട്ട് കുഞ്ഞെ നീയൊന്നും മാനസാന്തരപ്പെട്ടില്ലല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, ജീവിതത്തിന്റെ കഷ്ടതകൾ നിന്നോട് വിളിച്ചു പറയുകയാണ്, നീയൊന്ന് മാനസാന്തരപ്പെടണോ, നീയൊന്ന് മാനസാന്തരപ്പെടണോ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുകയാണ്, ഒന്ന് മാനസാന്തരപ്പെടാമോ? അമേ, വിശുദ്ധ തിരുവെഴുത്തിലെ അമേൻ ഏറ്റവും പ്രാസംഗികർ കോട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. ദൈവത്തെ ഇതുപോലെ സ്നേഹിച്ച മനുഷ്യൻ, ദൈവത്തെ ഇതുപോലെ ആരാധിച്ച മനുഷ്യൻ, ഇതുപോലെ ദൈവത്തെ വിശ്വസിച്ച മനുഷ്യൻ ചെറുപ്രായം തുടങ്ങി കുടുംബത്തിലെ ഒറ്റപ്പെടലും കൊണ്ട്, കുടുംബത്തിന്റെ ഏകാന്തത കൊണ്ട്, ജീവിതത്തിന്റെ നിന്ന കൊണ്ട് താൻ ദൈവത്തെ ആശ്രയമാക്കിയിരുന്ന മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലൊരു പാപം സംഭവിച്ചോ. സന്ധ്യമയങ്ങനെ നേരത്ത് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചോ. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അവനെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം, അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? അന്ന് അവൻ ഒരു സ്ത്രീയുമായി കയറി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ. ആ ശാരീരിക ബന്ധത്തിൽ ആ സ്ത്രീ ഗർഭവതിയായി തീർന്നോ. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അമ്മേ, വേണമെങ്കിൽ അതൊന്ന് അബോർട്ട് ചെയ്ത് കളയാമായിരുന്നു. അബോഷനായിരുന്നെങ്കിൽ ദാവീദ് പറഞ്ഞേനെ, ദൈവം എൻ്റെ മാനം രക്ഷിച്ചെന്ന്. അമേൻ. ഇരുചെവി അറിയാതെ ആ വിഷയം ഒതുക്കിയനെ. പക്ഷെ ദൈവം ദാവീദിന്റെ മാനം രക്ഷിച്ചില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, പലയിടങ്ങളിലും ദൈവം നിന്റെ മാനം രക്ഷിക്കാത്തത് നീ ഒന്ന് മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടിയാ. അവൻ തനിക്ക് പ്രിയമുള്ളവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. അമേ, പലരും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ കൂട്ടുകാരൊക്കെ എന്തോ ഒരു കുഴപ്പം കാണിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും അവർ ചെയ്യുന്നതിൻ്റെ 100-1 കാണിച്ചാൽ അന്ന് എനിക്ക് പണി കിട്ടും. അമേ, ഇതെന്തോ ഒരു കാര്യമാണ് കർത്താവേ എന്ന് എപ്പോഴും ചിന്തിച്ചു. എന്നാൽ പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്, അവൻ തനിക്ക് പ്രിയമുള്ളവരെ ശിക്ഷിക്കുകയോ ശാസിക്കുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും എൻ്റെ മേലിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടി എങ്കിൽ നിന്ന് എടുത്തു കളയാതിരിക്കുന്ന യഹോവ അവൻ വാഴ്ത്തപ്പെട്ടവൻ കേട്ടോ. അപ്പൊ ദാവീദ് അതിന്റെ മുമ്പിൽ എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഈ എൻ്റെ ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, കുഞ്ഞ് മരിച്ചുപോയ ഒരു അപ്പൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണോ ഇത്? കുഞ്ഞ് മരിച്ചുപോയ ഒരു അപ്പൻ ഇരുന്ന് പ്രാർത്ഥിക്കുക, അയ്യോ ഞാൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകർത്യത്തിൽ ഞാൻ ഉരുവായി, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എന്നിൽ മറഞ്ഞിരിക്കുന്ന ലംഘനങ്ങളെ പോക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ നിർമ്മലനാകേണ്ടതിന് എന്നെ ഈ സോപ്പ് കൊണ്ട് കഴുകണമേ, എൻ്റെ ഹൃദയത്തെ മാറ്റി നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഇടയിൽ ഒരാൾ തിരുവത്താഴം കഴിഞ്ഞ് അമേൻ കർത്തൃമേശ കഴിഞ്ഞ് പിറ്റേന്ന് മരിച്ചാൽ എന്തോ പറയുമെന്നറിയാമോ? കുടുംബക്കാർ പറയും, അപ്പച്ചൻ്റെ ആഗ്രഹം പോലെ തിരുവത്താഴം എടുത്ത് പിറ്റേന്ന് അപ്പച്ചൻ സ്വർഗത്തിൽ പോയെന്ന്. അപ്പച്ചനോട് ഇഷ്ടമല്ലാത്ത വിശ്വാസി എന്തു പറയുന്നറിയോ? അങ്ങേര് തിരുമേശ എടുത്തപ്പോഴേ എനിക്കറിയാമായിരുന്നോ ന്യായവിധി വരുമെന്നറിയാമായിരുന്നെന്ന്. ഒരേ വിഷയത്തിന് 2 മാനം കിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തിരുവത്താഴം എടുത്തൊരുത്തം മരിച്ചു പോയാൽ ബൈബിൾ എന്താ പറയുന്നതെന്നറിയാമോ? അവൻ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം അവനെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇന്ന് രാത്രി ജീവിതത്തിൽ കടന്നു വന്ന മരണത്തിന്റെ മുൻപാകെ, രോഗത്തിന്റെ മുൻപാകെ സ്വർഗം നിന്നോട് പറയുകയാണ്, ഇന്ന് രാത്രി അത് നിനക്കൊരു മാനസാന്തരത്തിന്റെ വഴിയാകട്ടെ, അതൊരു മാനസാന്തരത്തിന്റെ വഴിയാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പ്രസംഗത്തിലേക്കൊന്ന് കയറി വരുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ നേരത്തെ ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ആലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ആരംഭിച്ചിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് ആൾക്കാർ 5:30 ഈ ഹോളിൽ ആരാധനയ്ക്ക് കയറിയതാണ്. ദൂര സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നവരുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ മണിയൻ ബാസ് എൻ്റെ ചെവിയിൽ പറഞ്ഞു, സമയം നീണ്ടുപോകല്ലേ, എനിക്ക് ദൂരയാത്ര ചെയ്യേണ്ടവർ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളുടെ അവസ്ഥകളെ മാനിച്ച് ഒരു ഭാഗം കൂടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത രാത്രിയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. അപ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന്
മാനസാന്തരത്തിന് വേണ്ടി ഒന്നാമത് സമയം നൽകുക, രണ്ടാമത് ദൈവം ദയ നൽകുക, മൂന്നാമത് ദൈവം പ്രസംഗകനെയും വചനത്തെയും നൽകുക, നാലാമതായി ദൈവം ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തെ നൽകുക. ആമേൻ. അതിനകത്ത് പരാജയങ്ങൾ ഉണ്ടാകാം, അതിനകത്ത് സാമ്പത്തിക നഷ്ടമുണ്ടാകാം, അതിനകത്ത് രോഗങ്ങളും മരണങ്ങളും ഉണ്ടാകാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരാരെങ്കിലും ജീവിതത്തിന്റെ തകർച്ചയ്ക്കകത്ത്, താഴ്ചയ്ക്കകത്ത് ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഇറ്റ്സ് യുവർ ടൈം ടു റിപ്പന്റ്. ഇത് നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. ഇന്ന് രാത്രി ആ മാനസാന്തരം നിന്നെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിനകത്താണ് അവന് രോഗസൗഖ്യം, അവന് വിടുതലുകൾ ഉണ്ടാകുന്നത്. അവൻ്റെ അവസ്ഥ മാറുന്നത് പാപമോചനത്തിനകത്താണ്. യേശു കർത്താവ് ഒരിക്കൽ കഫർന്നഹൂമിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ 4 ആൾ ചുമന്നുകൊണ്ടുവന്ന് മച്ചുപൊളിച്ച് യേശുവിൻ്റെ മുമ്പിൽ കിടത്തി. യേശു അവൻ്റെ അടുക്കൽ ഒരു ഒറ്റ വാക്ക് പറഞ്ഞ്, എന്താണെന്നറിയാമോ? മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ചു നൽകിയിരിക്കുന്നു. അവന് പാപമോചനം കിട്ടിയെന്നുള്ളതിൻ്റെ അടയാളം എന്തായിരുന്നു അറിയാമോ? വർഷങ്ങളായിട്ട് കിടക്കയോട് പറ്റി അസ്ഥികളുടെ ബലം നഷ്ടപ്പെട്ട് ഏണിൻ്റെയും ഇടുപ്പിൻ്റെയും ശക്തിയില്ലാതെ കിടക്കയിലായിരുന്ന മനുഷ്യൻ എഴുന്നേറ്റ് ആ കിടക്കയെ ചുരുട്ടി തലയിൽ വെച്ച് നടന്നു പോകുവാൻ തുടങ്ങി. മാനസാന്തരം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നതാണ്, ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നതാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം എന്ത് നൽകുന്നു? മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 11:20, പിന്നെ യേശു തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അടുത്തത്, കോരസീനെ, നിനക്ക് ഒഴിഞ്ഞിട്ടില്ലാത്ത നല്ല കലയൊത്ത ആടാണെങ്കിൽ ആ ആട് യെരൂശലേമിൻ്റെ മാർക്കറ്റിൽ വിൽക്കപ്പെടോ. അന്യഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും 1-2 കുഞ്ഞാടുകൾ ജനിക്കുമ്പോൾ അന്ന് തുടങ്ങിയ വീട്ടുകാർക്കൊരു പ്രതീക്ഷയാ, മുട്ടാതെ മുറിയാതെ ഈ ആടിനെ സൂക്ഷിക്കുക. എന്നിട്ട് ഈ ആടിനെ ഒരു പ്രായമെത്തുമ്പോൾ അവർ ചുമന്നുകൊണ്ട് യെരൂശലേമിലെ ആട്ടുചന്തയിലെത്തോ. അവിടെ ഇത് വിൽക്കപ്പെടോ. അവിടെ വരുന്ന ഓരോ മനുഷ്യന്റെ അടുക്കലും ചോദിക്കണം, നീ എന്തിനാണ് ആടിനെ മേടിക്കുന്നത്? അവൻ പറയും, ഞാനിതിനെ യെരൂശലേമിന്റെ ആലയത്തിൽ യാഗം കഴിക്കാനാണ്. നീ എന്തിനാണ് ഒരു ആടിനെ യാഗം കഴിക്കുന്നത്? ആ മനുഷ്യൻ പറയും, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ ഒരാടിനെ യാഗം കഴിക്കുകയാണ്. എന്നാൽ ആ പെരുന്നാൾ ദിവസത്തിൽ യേശു ആട്ടിൻ ചന്തയിലേക്ക് കടന്നു പോവുകയാണ്. എന്താണ് യേശു പറയുന്നതെന്നറിയാമോ? മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ആട്ടുചന്തയിൽ വിൽക്കപ്പെടുന്ന ഒരാടുമല്ല കൊല്ലപ്പെടേണ്ടത്. ഇതാ ആട്ടുവാതിൽക്കലേക്ക് അറുക്കപ്പെടേണ്ട യഥാർത്ഥ കുഞ്ഞാട് കയറി വരികയാണ്. അറുക്കപ്പെടേണ്ട യഥാർത്ഥ കുഞ്ഞാട് ആട്ടുവാതിൽക്കലേക്ക് കയറി വന്നു. ഇതാ ഒരു കുഞ്ഞാട് ആട്ടിൻ ചന്തയിൽ കൂടെ കരുണയുടെ കുളത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കരുണയുടെ ബെഥെസ്ദ കുളത്തിന് ചുറ്റും 5 മണ്ഡപങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വിടുതൽ ആഗ്രഹിച്ച് വരുന്നവനൊന്നും വിടുതൽ കൊടുക്കാൻ കഴിയത്തില്ല, അവന് കാത്തിരിക്കാൻ കഴിയും. ന്യായപ്രമാണത്തിന് വിടുതൽ നൽകാൻ കഴിയാതെ ന്യായപ്രമാണം പോർട്ടിക്കോകളായി, ന്യായപ്രമാണം വെയിറ്റിംഗ് ഷെഡായിട്ട് മനുഷ്യനെ അവിടെ പിടിച്ചിരുത്തിയപ്പോൾ യേശു ന്യായപ്രമാണത്തിന്റെ പോർട്ടിക്കോയുടെ നടുവിലേക്ക് കയറി ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, ബെഥെസ്ദ ആ വെള്ളത്തിനകത്തല്ല, ബെഥെസ്ദ ഇതാ ഇവിടെ നിൽക്കുന്ന ഞാനാകുന്നു. ബെഥെസ്ദ കുളമല്ല, ബെഥെസ്ദ ഞാനാകുന്നു. വിടുതൽ വെള്ളത്തിലല്ല, വിടുതൽ വചനത്തിലാണ്. വിടുതൽ വെള്ളത്തിലല്ല, വിടുതൽ വചനത്തിലാണ്. അവിടെ 38 വർഷം രോഗിയായ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അവൻ ഒരു കാര്യത്തിന് നിഴലാണ്. എന്താണെന്നറിയാമോ? ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ മരുഭൂമി പ്രയാണം 38 വർഷമായിരുന്നു. 40 വർഷത്തോടടുക്കുമ്പോഴാണ് അവൻ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. യേശു ബെഥെസ്ദ കുളക്കരയിൽ നിന്ന് 38 വർഷം രോഗിയായവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ പറയുകയാണ്, ന്യായപ്രമാണത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത യഥാർത്ഥ ബെഥെസ്ദ അത് ഞാനാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ആട്ടുവാതിലിനപ്പുറം ഒരു ബെഥെസ്ദയുണ്ട്, മാനസാന്തരത്തിനപ്പുറം ഒരു സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന
കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, സ്നേഹത്തോടെ, സഹോദര സ്നേഹത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മാനസാന്തര, നിന്റെ ജീവിതത്തിന്റെ മാനസാന്തര, അത് നിന്റെ ജീവിതത്തിന്റെ സൗഖ്യമാണ്. ആ മനുഷ്യനെ യേശു കർത്താവ് 38 വർഷം രോഗിയായിരുന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കി. യേശു വെള്ളത്തിൽ ചാടിച്ചില്ല, യേശു വെള്ളത്തിൽ മുക്കിയില്ല, ഒന്നും ചെയ്തില്ല. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? അവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ആരുമില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ ചരിത്രം എനിക്കറിയണ്ട, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എഴുന്നേര്. അവൻ എഴുന്നേറ്റോ. ആമേൻ. സംഗതി രംഗം വഷളാകുന്നെന്ന് കണ്ട് ശബത്തിൽ ആരും പ്രവർത്തിക്കാത്ത ദിവസത്തിൽ പ്രവർത്തിച്ച യേശു കർത്താവിനെതിരെ ജനം തിരിയുന്നതിന് മുൻപേ യേശു അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ചില ദിവസങ്ങൾക്ക് ശേഷം യോഹന്നാൻ 5:14 ഈ ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ ഇപ്പോൾ ദൈവാലയത്തിൽ നിൽക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ യേശുവിനെ കണ്ടാൽ അവൻ പിറ്റേന്ന് ദൈവാലയത്തിൽ നിൽക്കും. ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ യേശുവിനെ കണ്ടാൽ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ യേശുവിനെ കണ്ടാൽ അവൻ പിറ്റേന്ന് ദൈവാലയത്തിൽ നിൽക്കും. ബെഥെസ്ദ കുളക്കരയിൽ വെച്ച് യേശു പറയാത്ത ഒരു കാര്യം പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ്റെ അടുക്ക പറഞ്ഞു. സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, എല്ലാം നല്ലതാ. 5:14 അവിടെ യേശു പറയാ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ 38 വർഷമായി നീ അലഞ്ഞത് മുഴുവൻ എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് മുന്നേറ്റമില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ കിടന്ന കിടപ്പിൽ കിടന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ എല്ലാവരും ഒറ്റപ്പെട്ടു പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ പാപമാണ്. അതിനകത്തുനിന്ന് ദൈവം ഇസ്രായേലിനോടൊരു കാര്യം പറയാ, 38 വർഷമായിട്ട് നിനക്ക് കനാനിൽ കയറാതെ നീ ഇന്നും ഈ മരുഭൂമി കിടന്ന് കറങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിന്റെ പാപമാണ്, നിന്റെ മത്സരമാണ്. ഇന്ന് രാത്രി യേശു വിളിച്ചു പറയുകയാണ്, നിന്റെ അവസ്ഥകളെ മാറ്റാൻ മാനസാന്തരത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചോദിക്കുന്നു, എൻ്റെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകുമോ? ആമേൻ. മാനസാന്തരം അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മാനസാന്തരം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നാളെ രാത്രി ഞാൻ വിശദീകരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്കൊരു മാനസാന്തരം വേണം. എൻ്റെ ചിന്ത മാറണം, എൻ്റെ ചിന്താഗതി മാറണം, എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം, എൻ്റെ ക്യാരക്ടർ മാറണം, എൻ്റെ പെർസ്പെക്റ്റീവ് മാറണം, എൻ്റെ വിഷൻ മാറണം. എനിക്കൊരു മാറ്റം വേണം കർത്താവേ. ഇന്ന് രാത്രി അത് എത്ര പേർ ആഗ്രഹിക്കുന്നു? എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വേണം. ഒരുപക്ഷെ നീ വർഷങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ടവനായിരിക്കുക, ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രൂസൈഡിൽ കൈ ഉയർത്തി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവനായിരിക്കുക, ഒരു വർഷം നാളുകൾക്ക് മുന്നമേ നീ കർത്താവിൻ്റെ ഒരു എൻകൗണ്ടർ കിട്ടിയവനായിരിക്കാം. എല്ലാം സത്യമാണ്. പക്ഷെ ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, നീ ഒന്ന് ഓർത്തു നോക്കിയേ, നിനക്കൊരു മാനസാന്തരം വേണോ? ഇന്ന് രാത്രി എത്ര പേർ പറയുന്നു എനിക്ക് മാനസാന്തരം വേണം? യേശു കർത്താവ് ക്ഷമയുടെ ഉപദേശം പഠിപ്പിക്കുമ്പോൾ തൻ്റെ കൂടെ ഉള്ളവരുടെ അടുക്കൽ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? നിന്നോടൊരു സഹോദരൻ പിഴയ്ക്കുകയും ദിവസം 7 പ്രാവശ്യം നിന്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുന്നു? 7 പ്രാവശ്യം മാനസാന്തരപ്പെടുന്നുവെന്ന്. ഹൃദയത്തിനകത്തുനിന്ന് അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, കർത്താവേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒന്ന് വായി തുറന്ന് പറഞ്ഞിട്ട് എത്ര നാളായി സഹോദരങ്ങളെ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, കർത്താവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ആമേൻ, ഒന്നും വേണ്ട, ആമേൻ, ആത്മാർത്ഥമായിട്ട് ഒന്ന് സോറി പറഞ്ഞിട്ട് എത്ര നാളായി? ഒന്ന് ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? ആമേൻ. ബസ്സിൽ നിന്ന് അറിയാതെ ഒന്ന് കാല് ചവിട്ടിയാൽ നമ്മൾ സോറി പറയുക, നമ്മൾ ഒരുത്തനെ ഒന്ന് അറിയാതെ തൊട്ടാ സോറി പറയുക. ആ സോറി അല്ല ഞാൻ പറയുന്നത്, അതിനപ്പുറം ആമേൻ ഹൃദയം തൊട്ട ഒരു ക്ഷമ. ആമേൻ. എൻ്റെ ഒരു സ്വഭാവത്തിൽ, എൻ്റെ ഒരു പ്രകൃതത്തിൽ ഞാൻ പറയാ, അറിയാതെ ഒന്ന് കാല് തൊട്ടാൽ ഞാൻ സോറി പറയുക. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ടൊരാളുടെ അടുക്കൽ ഞാൻ ക്ഷമ ചോദിച്ചാൽ ഞാൻ സോറി എന്നല്ല പറയാറ്, ഞാൻ അവരുടെ അടുക്കൽ വായി തുറന്ന് എൻ്റെ ഹൃദയം തൊട്ട് പറയുക, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയും.
ഞാനൊരു വാക്ക് പറയാം സഹോദരങ്ങളെ, നിരന്തരം നമ്മൾ ഹലോ, സോറി, താങ്ക് യു ഇതൊക്കെ പറയുമ്പോൾ അതിന് ആ വാക്കിന് വിലയില്ല കേട്ടോ. പക്ഷേ ഒന്ന് സോറി പറയുന്നതിന് പകരം എന്നോടൊന്ന് ക്ഷമിക്കണം എന്നൊന്ന് പറഞ്ഞേ. അമ്മേ, നമ്മളൊക്കെ ഇന്ന് ഫോൺ പേയുടെ റെക്കോർഡ് പോലെ നന്ദിയുണ്ടേ, സോറി ഉണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. നന്ദി ഉണ്ടേ പോരാ, സോറി ഉണ്ടേ പോരാ, ഹൃദയം തൊട്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചോദിക്കട്ടെ, നിന്റെ ഭർത്താവിനോട് നീ ഒന്ന് ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? നിന്റെ ഭാര്യയോട് നീ ഒന്ന് ക്ഷമ ചോദിച്ചിട്ട് എത്ര നാളായി? ഞാൻ 2 വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ആ 2 വ്യക്തികളുടെ അടുക്കൽ ഞാൻ ഒരേ ചോദ്യം ചോദിച്ചോ. ഞാൻ ചോദിച്ചു, ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ സംഭവിച്ചോ, ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി ക്ഷമ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ. ആ സ്ത്രീ എൻ്റെ അടുക്കൽ ഇങ്ങനെ കാണിച്ചത്. എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. മറ്റൊരു പുരുഷനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചോദിച്ചു, ഒരിക്കലെങ്കിലും അവളുടെ അടുക്കൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് സോറി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയേണ്ട സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ഒരുമിച്ചിരുത്തി കൗൺസിൽ ചെയ്തപ്പോൾ ചോദിച്ചു, ഒരിക്കലെങ്കിലും സോറി പറഞ്ഞിട്ടുണ്ടോ? ആ പെൺകുട്ടി എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സന്തരം ദൈവത്തിങ്കിലേക്കുള്ള തിരുവ നാളെ രാത്രി പറയാം, ഇന്ന് രാത്രി പറയട്ടെ. പാപ വഴികളോടൊന്ന് വേർപെട്ട് യേശുവിൻ്റെ കാൽവറിയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്താൻ കഴിയുമെങ്കിൽ ഈ രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. ഒരു നിമിഷം നിങ്ങളുടെ മുമ്പാകെ ഞാൻ ചില സമയങ്ങൾ നൽകുകയാണ്. അമ്മേ, എനിക്കൊരു ആഴമേറിയ മാനസാന്തരം വേണോ? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം വേണോ? ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിൽ അല്ലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു നിമിഷം യേശുവിലേക്ക് നോക്കി പറഞ്ഞാട്ട്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു എന്നുള്ള ഈരടികളെ പാടുമ്പോൾ ഇന്ന് രാത്രികാല എൻ്റെ സഹോദരങ്ങൾ അടഞ്ഞ കണ്ണുകളിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. അപ്പാ, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്നുപോയ ഏത് ബലഹീനതയാണെങ്കിലും, ഏത് പാപമാണെങ്കിലും, ഏത് പരാജയമാണെങ്കിലും, ഏത് പിഴവാണെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ. എനിക്കൊരു മാനസാന്തരം വേണം കർത്താവേ, എനിക്കൊരു പാപമോചനം വേണം കർത്താവേ. എൻ്റെ ഹൃദയമൊന്ന് മാറണം കർത്താവേ, എൻ്റെ സ്വഭാവമൊന്ന് മാറണം കർത്താവേ, എൻ്റെ അവസ്ഥയൊന്ന് മാറണം കർത്താവേ. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയൊന്ന് പറഞ്ഞേ, തള്ളുക തള്ളുക കുഞ്ഞേ, നീ നിന്റെ പാപത്തെ ഒന്ന് തള്ള്. കുഞ്ഞേ, നിന്റെ പാപത്തെ നീ ഒന്ന് തള്ള്. ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. നിന്നെ ബന്ധിച്ച പാപത്തിന്റെ കെട്ട് നിന്നിൽ നിന്ന് അഴിയട്ടെ. നിന്നെ തകർത്തു കളഞ്ഞ പാപത്തിന്റെ കെട്ട് നിന്നിൽ നിന്ന് അഴിയട്ടെ. നിന്നെ ഇല്ലാതാക്കിയ ആ പാപത്തിന്റെ നുകം നിന്നിൽ നിന്ന് അഴിയട്ടെ. ഈ രാത്രി ആ കാൽവറിയിലേക്ക് നിനക്കൊന്ന് നോക്കാമോ? അവൻ നിന്റെ മാനസാന്തരത്തിന് വേണ്ടി കാൽവറിയിൽ നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി ആ കാൽവറിയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാമോ? രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി പേർക്കല്ലയോ എല്ലാവരും തങ്ങളുടെ ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റ് നിന്ന് തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവറി മാലാമേൽ നോക്കു നീ, കാൽവറി മാലാമേൽ കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കും നാവനേ
കല്ലയോ തൂങ്ങും നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ. തള്ളുക തള്ളുക നിന്റെ പാപമല്ല, തള്ളുക നിന്റെ പാപമല്ല, കള്ളമേ നിന്നെ ഉള്ളിൽ നീ, കള്ളമേ രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തലയാവിൽ കയ്യിലേൽപ്പിക്ക നീ, തലയാവിൽ കയ്യിലേൽപ്പിക്ക നീ, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു.